കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ വീടിനുള്ളിൽ സ്ത്രീയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞിരപ്പള്ളി സ്വദേശിനി മോർക്കാവിൽ ഷേർലി മാത്യുവാണ് മരിച്ചത്. സ്ത്രീയെ കഴുത്തറത്ത നിലയിലും യുവാവിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ജി ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ശ്രീജിത്ത്, എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. രഞ്ജിത്ത്, ഈ ഷേർലിയെ ഫോണിൽ വിളിച്ച് കിട്ടാതെ വന്നതോടെ പോലീസിന് പരാതി നൽകുകയും പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഈ ഷേർലിയുടെ മൃതദേഹം കിടപ്പുമുറിയിലായിരുന്നു ഉണ്ടായിരുന്നത്. കഴുത്തിന് മാരകമായ രീതിയിൽ മുറിവേറ്റിട്ടുണ്ട്. ഈ യുവാവിന്റെ മൃതദേഹം സ്റ്റെയർ കേസിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഷേർലിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു പ്രാഥമികമായ നിഗമനമാണ് ഇപ്പോൾ പോലീസിനുള്ളത്. കുറിച്ചി സ്വദേശിനിയാണ്, കോട്ടയം കുറിച്ചി സ്വദേശിനിയാണ് ഈ ഷേർലി മാത്യു. കഴിഞ്ഞ കുറച്ച് നാള് മുമ്പാണ് ഇവരുടെ ഭർത്താവ് മരിച്ചത്. അതിനുശേഷം ഇവിടെ കഴിഞ്ഞ 7 മാസമായി ഈ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഷേർലി മാത്യു എന്നുള്ളതാണ് പോലീസിൽ നിന്ന്, അതായത് നാട്ടുകാരുടെ അടക്കം ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ യുവാവ് കോട്ടയം ഇല്ലിക്കൽ സ്വദേശിയാണ് എന്നുള്ള പ്രാഥമിക വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പോലീസ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ പരിശോധനകൾ, അന്വേഷണമൊക്കെ നടത്തി വരുന്നതേ ഉള്ളൂ. മൃതദേഹം ഇപ്പോഴും ആ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. ഇന്ന് രാവിലെ ഫോറൻസിക് പരിശോധന അടക്കം പൂർത്തിയാക്കി അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുക. ഇരുവരും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള ഒരു പ്രാഥമിക വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്താണ് ഇവർക്കിടയിൽ ചില തർക്കങ്ങൾ ഉണ്ടായതായുള്ള നിഗമനങ്ങളാണ് ഇപ്പോൾ പോലീസിനുള്ളത്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കാര്യത്തിലൊരു വ്യക്തത വരാൻ ഇനിയും കുറച്ചു സമയം കൂടി കാത്തിരിക്കേണ്ടി വരും. രഞ്ജിത്ത്, ജി ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.